പഠിക്കാം അല്ലെ. അപ്പൊ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് നന്നാ ഉല്ലു അല്ലെ. ഈ നന്നാ ഉല്ലു കുഞ്ഞു മുങ്ങയുടെ ഒരു കഥ പറയുന്ന ഒരു അടിപൊളി സ്റ്റോറി ആയിരുന്നു എന്ത് നന്നാ ഉല്ലു എന്ന് പറയുന്നത് അല്ലെ. ഈ നന്നാ ഉല്ലുവിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ വരുന്ന എക്സാമിനും എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. അതായത് കുറെ പ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്പ് എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ നന്നാ ഉല്ലുവിൽ നിന്നും വന്നിട്ടുള്ളത്. മക്കൾ എന്ത് ചെയ്യണം, ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഒന്നില്ലെങ്കിൽ ഇത് തന്നെ വരും, അല്ലെങ്കിൽ എന്താണ് ഇതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കൾ. ഇത് എഴുതി പഠിച്ചിട്ടുണ്ടാവണം. മിസ് വീണ്ടും പറയാണ്, എഴുതി തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഇത് തന്നെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ മിസ് എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് മക്കൾക്ക് കാണിച്ചു തരുന്നത്. ഒരു മോഡലും കൂടി മനസ്സിലാവാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ആദ്യം നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചന എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഏത് പാഠത്തു നിന്നാണോ ചോദിക്കുന്നത് ആ പാഠത്തിന്റെ പേര് തന്നിട്ട് നോക്കിക്കേ സൂചന എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. നോക്കിക്കേ, നോക്ക നന്നാ ഉല്ലു പാടുക. നന്നാ ഉല്ലു എന്ന് പറയുന്ന പാഠത്തിലെ ഈ അംശപടെ ഈ ഒരു അംശം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പ്രശ്നോക്കെ ഉത്തർ ലിഖിയെ. പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ് ചോദ്യങ്ങളാണ് കേട്ടോ. എന്താണ് ചോദ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രശ്നവും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രശ്നങ്ങളല്ല, ഹിന്ദിയിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് എന്ത് തന്നിട്ടുണ്ട് നോക്കിക്കേ, ഇത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചിരുന്നോളാ. ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഈ ബോക്സിൽ നോക്കിക്കേ നമ്മുടെ പാഠഭാഗമാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠഭാഗമാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിക്കാവേ. നോക്കിക്കേ, അഗലി രാത് അടുത്ത രാത്രി നന്നാ ഉല്ലുവിനെ അപ്പനി അമ്മാസെ പൂച്ച. നന്നാ ഉല്ലു അമ്മയോട് ചോദിച്ചു. മിസ് വെറുതെ ജസ്റ്റ് മലയാളം പറഞ്ഞിരുന്നേ ഉള്ളൂ. നോക്ക എന്താ ചോദിച്ചത് നോക്കിക്കേ, സമുദ്ര കിത്തനാ ഗഹറാ ഹെ. സമുദ്രം എത്രത്തോളം ഗഹറയാണ്, എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം ആഴമുള്ളതാണെന്ന് ചോദിക്കുകയാണ് അല്ലെ. ഗഹറ എന്ന് വെച്ചാൽ എന്താണ് ഡീപ്പാണ് അല്ലെ. ബഹുത് ഗഹറ. അമ്മ പോലെ അല്ലെ, ഒരുപാട് ഡീപ്പാണ് മോളെ എന്ന് ആര് പറഞ്ഞു, നമ്മുടെ അമ്മ പറയാണ് അല്ലെ. കിത്തന ഗഹറ. അപ്പൊ നമ്മുടെ നന്നാവുല്ലു ചോദിക്കുകയാണ്, വീണ്ടും അവന് ഡൗട്ടാണ്, എന്താണ് എത്ര 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 ഡീപ്പായിരിക്കും എന്ന് ചോദിക്കുകയാണ്. നന്നേ ഉല്ലുവിനെ പൂച്ച. നന്നാ ഉല്ലു ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖനെ ലഗി. അമ്മ ആസ്മാൻ കി ഓർ ആകാശത്തേക്ക്. ആസ്മാൻ എന്ന് വെച്ചാൽ സ്കൈ ആണ് അല്ലെ. സ്കൈയിലേക്ക് നോക്കാൻ തുടങ്ങി. എന്നിട്ട് ലഗ്ഭഗ് ഉത്തനാ ഹി ഗഹറാ ഹെ ജിത്നാ ഊഞ്ച ആസ്മാൻ ഹെ. അമ്മ ആകാശത്തേക്ക് നോക്കിയിട്ട് പറയാണ് എന്ത്, ഒരു ഏകദേശം ഉണ്ടല്ലോ അത്ര ഉയരത്തിലായിരിക്കും എന്ത് ജിത്ന ഊഞ്ച ആസ്മാൻ. എത്ര ഉയരത്തിലാണോ ആസ്മാൻ ഉള്ളത് അത്ര ആഴത്തിലായിരിക്കും കടലുള്ളത് എന്ന് ആര് പറയാണ്, നമ്മുടെ നന്നാ ഉല്ലുവിന്റെ അമ്മ പറഞ്ഞു അല്ലെ. അമ്മ ഉല്ലു പറഞ്ഞു. അമ്മ ബോലി നന്നാ ഉല്ലു ഊപ്പർ ദേഖനെ ലഗ. അപ്പൊ നമ്മുടെ നന്നാ ഉല്ലു എന്താണ് ആ മുകളിലോട്ട് ഇങ്ങനെ നോക്കി നിന്നു അല്ലെ. പൂരി രാത്ത് പേട് പെർ ബേട്ടാ രഹ. മുഴുവൻ രാത്രിയും, പൂരി രാത്ത് വെച്ചാൽ എന്താണ് മുഴുവൻ രാത്രിയും, പേട് പെർ മരത്തില് ബേട്ടാ രഹ ഇരുന്നു കൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്ന് പറയുന്നത് ഇതാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നാണ് മിസ് പറയാൻ പോകുന്നത്. നോക്കാം. നന്നാ ഉല്ലു പൂരി രാത് കഹാം ബേട്ടാ രഹ. നന്നാ ഉല്ലു പൂരി രാത്ത് മുഴുവൻ രാത്രിയും എവിടെയാണ് ഇരുന്നത്. മക്കൾ ശ്രദ്ധിച്ചു നോക്കിയാ എവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടും. നോക്കിക്കേ, നമ്മുടെ ബോക്സിന്റെ ഉള്ളിൽ തന്നെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യന് ബോക്സിന്റെ ഉള്ളിൽ തന്നെ ആൻസർ ഉണ്ടാവും, അല്ലാതെ മക്കളെ എഴുതേണ്ട ആവശ്യമില്ലാതെ. നോക്കിക്കേ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. പേട് പെർ. എന്താണ് ആൻസർ? മരത്തിലാണ് മുഴുവൻ രാത്രിയും അവൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? പേട് പെർ. ഓക്കെ, ഈ 1 മാർക്കാണ് ഇത് എഴുതിയാ കിട്ടുക കേട്ടോ. ശ്രദ്ധിച്ചേ, അടുത്ത നോക്കിക്കേ. അമ്മ ഉല്ലു और नन्हे उल्लू के बीच का वार्तालाप तैयार करे. വാർത്താലാപ് എന്ന് വെച്ചാൽ എന്താണ്? കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വളരെ ഈസി ആണ് കേട്ടോ മക്കളെ. നോക്കിക്കേ, കോൺവെർസേഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതായത് ബോക്സ് തന്നിട്ട് കോൺവെർസേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, ഈ ബോക്സിലെ സംഭാഷണങ്ങൾ മക്കൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എടുത്തെഴുതിയാൽ മതി. മിസ് പറയാം എങ്ങനെ എടുത്ത് എഴുതണ്ടെന്ന് പറയാം. നോക്കി, ആദ്യം പറഞ്ഞ എന്താണ്, നന്നാ ഉല്ലു ആണ് സംസാരിച്ചത്. അമ്മ ഏക്ക് ബാത്ത് പൂച്ചു, ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ, അമ്മ ഉല്ലു പറഞ്ഞു ഹാ പൂച്ചോ, ആ ചോദിക്കെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത കാര്യമാണ്.
ഇതെങ്ങനെയാ ഫില്ല് ചെയ്തതെന്ന് മിസ് പറയട്ടെ. നോക്കുക, അടുത്തത് നമ്മുടെ കുഞ്ഞു മൂങ്ങയാണ് സംസാരിച്ചത്. കുഞ്ഞു മൂങ്ങ സംസാരിച്ച കാര്യം എവിടെയുണ്ട് നോക്കിക്കേ. നമ്മളെ ഇവിടെ ചോദിക്കുന്ന ഭാഗമാണ്. നോക്കിക്കേ, സമുദ്ര കിത്തന ഗഹരാഹേ. നോക്കിക്കേ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ബോക്സിന്റെ ഉള്ളിൽ തന്നെ സംഭാഷണം ഉണ്ട്. ആ സംഭാഷണം മക്കൾ ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് ഉണ്ടാക്കണോ? വേണ്ട. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിൽ തന്നെ ആൻസർ ഉണ്ടാവും. അതാണ് മിസ് പറഞ്ഞു വരുന്നത്. അപ്പൊ നോക്കിക്കേ, അമ്മ സമുദ്ര കിത്തന ഗഹരാഹേ, സമുദ്രം എത്ര ഡീപ്പാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറയുന്നത് എന്താണ്? ബഹുത്ത് ഗഹര അമ്മ ബോലി. മക്കൾ എന്ത് ചെയ്തു? അമ്മ ഉല്ലു എന്നിട്ടിട്ട് ബഹുത്ത് ഗഹര എന്ന് എഴുതി വെച്ചു. അടുത്ത നോക്കിക്കേ, അടുത്ത നന്ന ഉല്ലു ആണ് സംസാരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, കിത്തന ഗഹര, നന്നെ ഉല്ലുവിനെ പൂച്ച. അപ്പൊ മക്കൾ എന്ത് ചെയ്തി? നന്ന ഉല്ലു കിത്തന ഗഹര എന്ന് ചോദിച്ചു. ഓക്കെ, ലാസ്റ്റ് സാധനം നോക്കിക്കേ, ആസ്മാൻ കി ഓർ ദേഖ്നെലേക്ക്. അതൊന്നും വേണ്ട. ലഗ്ഭഗ് ഉത്തനാ ഹി ഗഹരാ ഹേ ജിത്തന ഊഞ്ച ആസ്മാൻ. എത്രത്തോളം ആഴം സമുദ്രത്തിനുണ്ട്, അതായത് എത്രത്തോളം ഹൈറ്റിലാണോ നമ്മുടെ ആകാശം ഉള്ളത് അത്രത്തോളം ആഴത്തിലാണ് ആരുള്ളത്? നമ്മുടെ സമുദ്രം ഉള്ളത് എന്നുള്ളത് അമ്മ ബോലി. അപ്പൊ മക്കൾ എന്ത് ചെയ്താണ്? അമ്മ ഉല്ലു എന്നിട്ടിട്ട് ലഗ്ഭഗ് ഉത്തനാ ഹി ഗഹര ഊഞ്ച ആസ്മാൻ ഹേ എന്നുള്ളത് എഴുതി വെച്ചു. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്, ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. ബോക്സിൽ തന്നെ ആൻസർ ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഇത് എന്ന് പറയുന്നത്. ഇനിയും ഇത് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതും ശ്രദ്ധിച്ചിരുന്നോളാം. ഇത് എപ്പോഴും വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ അനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്രമബദ്ധ കരെ, ഓർഡർ ആക്കി എഴുതാനാണ് തന്നിട്ടുള്ളത്. മിസ് ആദ്യം വായിക്കാവേ. നോക്കിക്കേ, നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠഭാഗത്തിനെ സംബന്ധിച്ചിട്ട് ചിത്രം തന്നിട്ടുണ്ട്. അതിന്ന് പ്രശ്നവും ഉത്തരലേക്ക് ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ആലോചിച്ച് നോക്കാം എന്തൊക്കെ പിക്ചറിൽ തന്നിട്ടുള്ളതെന്ന്. കുറെ സ്റ്റാർ ഉള്ള ആകാശത്തു കൂടെ നമ്മുടെ നന്ന ഉല്ലു പറക്കുന്നത്, പിന്നെ വെറും ആകാശത്തിലൂടെ നന്ന ഉല്ലു പറക്കുന്നത്, തിരമാലയുടെ സൈഡിൽ കൂടെ നന്ന ഉല്ലു പറക്കുന്നത് കാണിച്ചിട്ടുണ്ട്, അമ്മ ഉല്ലുവും നന്ന ഉല്ലുവും ഇരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ചുണ്ടല്ലോ ഇവിടെ 4 സംഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 സംഭവങ്ങൾ മക്കള് ക്രമബദ്ധ കരെ എന്ന് വെച്ചാൽ ഓർഡർ ആക്കി എഴുതാൻ. എന്തായാലും ക്രിസ്മസ് എക്സാമിന് ഒരു കുറച്ച് പിക്ചർ തന്നിട്ട് ഓർഡർ ആക്കി എഴുതാനുണ്ടാവും. ഒന്നില്ലെങ്കിൽ നന്ന ഉല്ലു എന്ന് വരും, അല്ലെങ്കിൽ ദോ ബായി എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് വരും. അപ്പൊ നന്ന ഉല്ലു എന്ന് വരാൻ സാധ്യത ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് മക്കളെ ശ്രദ്ധിച്ചിരുന്നോളാം. ആദ്യം അർത്ഥം പറയാവേ. നോക്ക, मैं तुमसे प्यार करता हूं. അമ്മ പറയുന്ന ഡയലോഗാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അമ്മ പറയുന്നു. ഇനി മക്കള് പിക്ചർ നോക്കിക്കേ. ഇതിൽ ഏതിലെങ്കിലും അമ്മയുണ്ടോ? ഈ 3 എണ്ണത്തിലും അമ്മയില്ല. അപ്പൊ ഇതൊന്നുമല്ല നമ്മുടെ പിക്ചർ. അമ്മയുള്ള പിക്ചർ ഏതാണോ അതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ 4ാമത്തതാണ് ഇത് എന്ന് മക്കൾ കണ്ടുപിടിച്ചു. ആദ്യം കണ്ടുപിടിച്ച് വെക്കുക, എന്നിട്ട് മാത്രം ആൻസർ ഷീറ്റിലേക്ക് എഴുതാവൂ കേട്ടോ. എന്നിട്ട് നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ, तो कितना ऊंचा है आसमान. എത്ര ഹൈറ്റിലാണ് ആകാശമുള്ളത്? വെറും ആകാശമാണ് ചോദിച്ചിട്ടുള്ളത്. വെറും ആകാശം, അതായത് നക്ഷത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആകാശം എവിടെയുള്ളത്? ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് 2ാമത്തതാണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിക്കേ, ആസ്മാൻ മേ കിത്തനെ സിത്താരേ ഹേ. ആകാശത്ത് എത്ര സിത്താരേ? സിത്താര എന്തായിരുന്നു? നക്ഷത്രമാണ് അല്ലെ? എന്താണ്? നക്ഷത്രമാണ്. എത്ര നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കുകയാണ് അല്ലെ? അപ്പൊ നോക്കിക്കേ, നക്ഷത്രമുള്ള പിക്ചർ ഏതാണ്? നോക്കിക്കേ, നക്ഷത്രമുള്ള പിക്ചർ നമുക്ക് ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ? 1 ആയിരിക്കും. 1ാമത്തതാണിത്. പിന്നെ എന്താ ചോദിച്ചത്? സമുദ്രമേ കിത്തനെ ലഹരേ ഹേ. സമുദ്രത്തിൽ എത്ര എന്തുണ്ട്? തിരമാലകളുണ്ട്. സമുദ്രം കാണിച്ചിട്ടുള്ള, തിര കാണിച്ചിട്ടുള്ള ഒറ്റ പിക്ചറേ ഉള്ളൂ. അത് 3ാമത്തതാണ്. ഇനി ഇത് കണ്ടുപിടിച്ചതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റിൽ 1, 2, 3 എന്നുള്ളത് ഓർഡർ ആക്കിയിട്ട് എല്ലാം എഴുതിയെടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 2 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കോണ്ടന്റുകളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.